എന്ന് പറഞ്ഞ മഹാന്മാരായ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നിന്ന് പഠിച്ചു. ആ പഠിച്ചത് പിൻഗാമികൾക്ക് എത്തിച്ചു കൊടുത്തു. അതിന് യാതൊരു മാറ്റവും കൂടാതെ അതിനിവിടെ ജനങ്ങൾക്ക് പഠിപ്പിക്കുക, അത് നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം നാം നടത്തുക. അതാണ് ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ഉദ്ദേശം. ഇന്ന് ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? സുന്നത്ത് ജമാഅത്ത് എന്നുള്ളൊരു വിഷയം ഇല്ല പലരുടെയും ഹൃദയത്തിൽ. എന്താ അറിയോ? എനിക്കുള്ള കുറേ അനുഭവങ്ങൾ, ചെറിയ ചില വിഷയങ്ങൾ. ഒരു സ്ഥലത്ത് ഒരു പുരക്ക് കുറ്റിയടിക്കാൻ പോയി. പുരക്ക് കുറ്റിയടിക്കാൻ വിളിച്ച് ഞാൻ കുറ്റിയടിക്കാൻ പോയി. അപ്പോഴേക്കെന്തായി, കുറേ പൊന്ന്, കുറേ പാല്, കുറേ പൊരി എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറ്റിൻ്റെ ഉള്ളിൽ പൊന്ന് വെക്കണം, കുറ്റി അടിച്ചിട്ട് പാലൊഴിക്കണം, അതൊഴിച്ചിട്ട് പൊരി, അത് കഴിഞ്ഞിട്ട് പൊരി അവിടെ വിതരണം, പൊരിക്ക് അത് വിതരണോ. അപ്പം ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ട, കുറ്റിയടിച്ചിട്ട് ദ്വാരത്തിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, ശിർക്ക് അല്ലേ, അത് ശിർക്ക് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു പാല് കാണിച്ചിട്ടാണ്, അത് പാല്, അത് ശിർക്കല്ല, അത് ശിർക്കല്ല. എന്താ തെറ്റ് എന്നുള്ളത് ശിർക്ക് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എന്ന് മനസ്സിലാക്കി. ജനങ്ങളുടെ പക്കന്ന് വരുന്ന എന്തെങ്കിലും തെറ്റുകളെ ശിർക്ക് എന്ന് പറഞ്ഞു. ശിർക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ഇസ്ലാമിൻ്റെ പുറത്ത്, അള്ളാഹുവിൻ്റെ കൂടെ കുറുകൂട്ടാന്ന് മാത്രമല്ല, ഇസ്ലാമിന്ന് പുറത്ത് പോയി പോകുന്ന കാര്യങ്ങൾ ചെയ്യൽ എല്ലാവും ശിർക്ക് എന്ന ആ ലഫ്ദിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക. ശിർക്കിനെ അല്ലാഹ് പൊറുക്കൂല എന്നാൽ കുഫറിനെ പൊറുക്കൂല എന്നാണ് അവിടെ തഫ്സീർ പറഞ്ഞത്. അതിൻ്റേതായ തോപ വേണത് ഷഹാദത്ത് ഇരുമജല്ലി ഇസ്ലാമിലേക്ക് പറഞ്ഞു, അപ്പോഴേ അത് പൊറുക്കുകയുള്ളൂ, അല്ലെങ്കിൽ പൊറുക്കുകയില്ല. ശിർക്ക് 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 തെറ്റി എത്ര ജാതിയുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു തആല അൻഹു അവരുടെ നസ്റുൽ മഹാസിനിൽ പറഞ്ഞതായി കാണാം. അതുപോലെ മറ്റു പല കിതാബുകളിലും ഉള്ളതാണത്. എന്താ തെറ്റ്, അതിൻ്റെ തർത്തീബ് എണ്ണുന്നു. തെറ്റ്, ആദ്യത്തെ തെറ്റെന്താണ്? കുഫ്രിയത്താണ്, ശിർക്ക് എന്ന് പറഞ്ഞില്ല, അതന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി പോക്ക്. രണ്ടാം സ്ഥാനത്താണ് ബിദ്അത്ത്, മൂന്നാം സ്ഥാനത്താണ് കബായിർ, ബന്ധോഷങ്ങൾ, നാലാം സ്ഥാനത്താണ് സഗായിർ, ചെറുദോഷങ്ങൾ. ഇങ്ങനെ എത്ര തരത്തിലുണ്ട് കുറ്റങ്ങൾ. ഒന്നാമത്തത് കുഫ്ർ, രണ്ടാമത്തെ തെറ്റെന്താണ്? ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ വിശ്വാസം, അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം, അത് സഹാബാക്കൾ പഠിച്ചു, പിൻഗാമികൾ പഠിച്ചു, അതിനുശേഷമുള്ള പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു. അതാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു തആല അൻഹും അബൂ മൻസൂറിൽ മാതുരീദി റളിയല്ലാഹു തആല അൻഹും ചെയ്തത്. എന്താ? ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ അള്ളാഹു നബി പഠിപ്പിച്ചതിനെ വിശദീകരിച്ചതാണ്. അവർ സ്വന്തം ഒരു സിദ്ധാന്തം ഇവിടെ ഉണ്ടാക്കിയത് അല്ല. അത് ഉണ്ടാക്കിയാൽ അതിനെ സ്വീകരിക്കാൻ ആളും ഉണ്ടാവുകയില്ല. അത് വിശദീകരിച്ചു. ഈ വിശ്വാസ പ്രമാണങ്ങൾ, അള്ളാഹുവിനുള്ള സിഫത്തുകൾ, അള്ളാഹുവിന് തുടക്കമില്ല, അവസാനമില്ല, എല്ലാം അറിയുന്നവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കൾ മാത്രമേ ഉള്ളൂ. ആകാശം, ഭൂമി, അർശ്, കുർസി, റൗഹ് എല്ലാം അള്ളാഹ് സൃഷ്ടിച്ചതാണ്. അള്ളാഹ്ക്ക് ഇരിക്കാൻ ഒരു സ്ഥലം വേണ്ട. അർശോ കുർസിയോ ആകാശമോ ഭൂമിയോ ഇതൊന്നും വേണ്ട എന്നുള്ള വിശ്വാസമാണ്. അമ്പിയാക്കൾ അവർ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉയർന്നവരാണ്. അവരുടെ സ്ഥാനം വലുതാണ്. ആ സ്ഥാനം മറ്റാർക്കുമില്ല. ഇങ്ങനെയുള്ള അതുപോലെ തന്നെ മലായിക്കത്ത്, ഇങ്ങനെ പല വിശ്വാസ പ്രമാണങ്ങൾ.
ഇതിന് മാറ്റം വരുത്തലാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞ പ്രവൃത്തിയിൽ മാത്രമല്ല, വിശ്വാസത്തിലുള്ളത് ഇരിക്കുന്ന വ്യത്യാസം. മനുഷ്യൻ കുറ്റം ചെയ്യുമ്പോഴോ, ഒരാൾ നിസ്കരിക്കുന്നില്ല അല്ലെ വേറെന്തെങ്കിലും വലിയ സന്തോഷം ചെയ്യുമ്പോൾ അവന് കുറ്റബോധമുണ്ട്. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, നിസ്കരിക്കാതിരിക്കുന്നത് തെറ്റാണ്, ഞാൻ കള്ളുടിക്കുന്നത് തെറ്റാണ് എന്നുള്ള കുറ്റബോധമുണ്ടാവും. അവൻ നിസ്കരിക്കുന്ന സമയത്ത് ആ തെറ്റിൻ്റെ ഓർമ്മ അവൻ വിടുന്നു. വിശ്വാസത്തിൽ തെറ്റ് വന്നാലോ, അള്ളാഹ് അർശിന്റെ മേലെ ഇരിക്കുന്നു, അള്ളാഹ് വന്നാനാകാശേക്ക് ഇറങ്ങി വരുന്നു, മേലോട്ട് പോകുന്നു, ഇതേ പണി അള്ളാഹ്. ഇങ്ങനെയുള്ള വിശ്വാസമോ മനുഷ്യന്റെ ഈമാനിനോട് ബാധിക്കുന്നതാണ്. അത് സത്യം എന്നുള്ളത് ഇരിക്കുന്ന വിശ്വാസമാണ് അവന്. ദോഷം ചെയ്യുന്നവനിക്ക് ഇത് തെറ്റാണ് എന്നുള്ള കുറ്റബോധം അവനിക്കുണ്ട്. വിശ്വാസത്തിൽ മാറ്റം വന്ന ബിദ്അത്ത്, അത് തെറ്റ് എന്നുള്ളത് ഇരിക്കുന്ന ആ ബോധം ആ മനുഷ്യനിക്കില്ല. ഞാൻ ചെയ്യുന്നത് ശരി തന്നെയാണ്. ഈ വിശ്വാസം അവന്റെ നിസ്കാരത്തിലും അവന്റെ ഖുർആനോത്തിന്റെ സമയത്തും എല്ലാ സമയത്തും അവന്റെ ഹൃദയത്തിലുണ്ട്. വിശ്വാസം അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനത്തിൽ വരുന്ന തെറ്റ് പ്രവർത്തനത്തിൽ വരുന്നിരിക്കുന്ന തെറ്റിനേക്കാൾ വലുതാണ്. അതാണ് ശിർക്കിന്റെ കുഫറിന്റെ നേരെ പിന്നിൽ ബിദ്അത്താണ് നിൽക്കുന്നത്. ബിദ്അത്തിനെ ശരി എന്നുള്ളത് ഇരിക്കുന്ന ആ വിശ്വാസത്തോടു കൂടിയാണ് അവൻ ചെയ്യുന്നത്, അവൻ വിശ്വസിക്കുന്നത്. അത് ശരിയല്ല എന്നുള്ളതിരിക്കുന്ന കുറ്റബോധം അവനിക്കില്ല. അതവന്റെ നിസ്കാരത്തിലുമുണ്ട്, അവന്റെ നിസ്കാരമല്ലാത്ത ഏത് സമയത്തും അവന്റെ ഹൃദയത്തിലുണ്ട്. ദോഷം ചെയ്യുന്നവന്റെയോ നിസ്കരിക്കുന്ന സമയത്ത് അവൻ ദോഷം ചെയ്യുന്നില്ല, അവന് കുറ്റബോധമുണ്ട്. ഞാൻ ചെയ്യുന്ന തെറ്റാണ്, ഞാൻ ചെയ്യുന്ന കുറ്റമാണ് എന്നുള്ള ബോധമുണ്ട്. ബോധമുള്ളതും ഇല്ലാത്തതും മാത്രമല്ല, പ്രവർത്തനത്തിലും വിശ്വാസത്തിലും ഉള്ള തെറ്റ്, അതാണ് വ്യത്യാസം. വിശ്വാസത്തിലുള്ള തെറ്റ്, ആ തെറ്റിന് ശരി എന്നുള്ളത് ഇരിക്കുന്ന ആ ധാരണ അവന് എപ്പോഴും അത് ശരിയാണ്, അത് നല്ലതാണ്. അപ്പോൾ അത് വലിയ തെറ്റാണ്, കുഫറിന്റെ ശേഷമുള്ള വലിയ തെറ്റാണ് ബിദ്അത്ത്. സുന്നത്ത് ജമാഅത്തിന്റെ എതിരുള്ളത് ഇരിക്കുന്ന വിശ്വാസം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു തആല അൻഹു അവരുടെ നശ്റുൽ മഹാസിൻ എന്ന കിതാബിൽ വിവരിക്കുകയാണ്. രണ്ടാം സ്ഥാനത്താണ് ബിദ്അത്ത്, മൂന്നാം സ്ഥാനത്ത് കബായിർ ബന്ധോഷങ്ങൾ, നാലാമത്തെ സ്ഥാനത്താണ് സഗായിർ ചെറുദോഷങ്ങൾ. ഇങ്ങനെ കുറ്റം പല തരത്തിലുണ്ട്. ഇതിനെ എല്ലാത്തിനെയും ഒന്നിൽ മാത്രം ഒതുക്കി, എന്ത്? ശിർക്ക്. ശിർക്ക് ശിർക്ക് നിസ്കാരം വഹിച്ചവൻ അവൻ ദീനിൽ നിന്ന് പുറത്ത് എന്നുള്ള വിശ്വാസം. ഇത് പണ്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് അവരോട് എതിരായിട്ടൊരു പാർട്ടി വന്നിരുന്നു. അവർക്ക് ഖവാരിജ് എന്നാണ് പേര്. ആ ഖവാരിജിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ഈ ആളുകളുടെ, ഖവാരിജിയാക്കളുടെ വിശ്വാസമാണ് ബന്ധോഷം ഒരു മനുഷ്യൻ ചെയ്താൽ അവൻ ദീനിൽ നിന്ന് പുറപ്പെട്ട് കാഫറായി പോയി എന്നുള്ളത്. അത് സുന്നത്ത് ജമാഅത്തിന് എതിരാണ്. ഇൻകാറോടുകൂടി തെറ്റിയതേ സാരമില്ല, അങ്ങനെ ഒരു തെറ്റില്ല എന്നുള്ള നിഷേധത്തോടുകൂടി തെറ്റ് ചെയ്താൽ അത് കുഫ്രിയത്ത് തന്നെയാണ്. നിഷേധമില്ലാതെ കുറ്റമാണ് എന്നുള്ളതിരിക്കുന്ന ബോധത്തോടു കൂടി ചെയ്താലോ അത് കുഫ്രിയത്തല്ല, അത് വലിയ പാപമാണ്. അങ്ങനെ നിസ്കാരം വഹിച്ചവനെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തെറ്റ് ചെയ്തവനെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്ത് എന്നുള്ളത് ഇരിക്കുന്ന വിശ്വാസം എല്ലാത്തിനെയും ശിർക്കാക്കുക. ഈ ഖവാരിജികളോട് അതുപോലെ മുഅ്തസിലത്തിനോട് ഉള്ളതിരിക്കുന്ന എതിർപ്പായിരുന്നു. അവര് പിഴച്ച കൂട്ടര് എന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കലായിരുന്നു മഹാന്മാരായ പണ്ഡിതന്മാര് ചെയ്തത്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി, അബൂ മൻസൂർ മാതുരീദി ഈ ഇമാമിങ്ങളുടെ നേതാക്കളാണ്. അവരോട് തുടർന്നും കൊണ്ട് ഖാദി അബൂബക്കർ ബാഖില്ലാനി, അബൂബക്കർ ഇബ്നു ഫുറഖ് ഇതുപോലത്തെ ഇരിക്കുന്ന മഹാന്മാർ ചെയ്തതാണ്. ഏത് എല്ലാ കുറ്റത്തെയും ഏത് കുറ്റം ചെയ്താലും കുഫ്രിയത്തിലേക്ക് എത്തി എന്നുള്ള ആ വിശ്വാസം അത് ശരിയല്ല, വലിയ അപകടമാണ്. ഒരു തെറ്റ് ചെയ്താൽ
ഒരു മൂമിനായ മനുഷ്യനവൻ കുഫ്രിയത്തിലെത്തി എന്ന് പറയൽ എത്ര വിരുദ്ധിരിക്കുന്ന അപകടമാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ പൊതുജനങ്ങൾക്ക് അത് മനസ്സിലാവുകയില്ല. എന്താണ് സുന്നികളും അല്ലാത്തവരുമായുള്ള വ്യത്യാസം? ചില്ലറ വ്യത്യാസങ്ങളല്ലേ. അവർക്കൊരു തോന്നണം പറയുന്ന ഓതണ്ട നമ്മൾ ഓതണം ആയില്ലേ, തീർന്നില്ലേ? അത്രയൊന്നുമല്ല. അടിസ്ഥാനം പിഴച്ചിട്ടുണ്ട്. അള്ളാഹ് അർശിലിരിക്കുന്നു. അള്ളാഹ് അർശിലിരിക്കുന്നുണ്ടെങ്കിൽ അർശ അള്ളാഹ് പടച്ചതല്ലേ? ഈ പടക്കുന്നതിന് മുമ്പ് എവിടെ ഇരുന്നത്? അള്ളാഹ് അർശിനെ പടക്കുന്നതിന് മുമ്പ് എവിടെ ഇരുന്ന്? പാതിരാത്രിയാകുമ്പോക്ക് അള്ളാഹ് ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അർശൻ താഴോട്ട് ഇറങ്ങി വരുന്നു. ഏത് നാട്ടിൻ്റെ പാതിരാത്രി? നമ്മളെ നാട്ടിൻ്റെയോ അല്ല പശ്ചിമ ബംഗാളിൻ്റെയോ? മണിക്കൂറുകൾ വ്യത്യാസമുണ്ടല്ലോ പശ്ചിമ ബംഗാൾ നമ്മൾ എവിടെയായിട്ട്. അല്ല പാകിസ്ഥാൻ്റെയോ അല്ല സൗദി അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെയോ? അല്ല, എല്ലാ നാട്ടിലേക്കും പാതിരാത്രിയാകുമ്പോൾ അല്ല ഇറങ്ങി വരുന്നു. ഓരോ സെക്കൻഡിലും പാതിരാത്രി ആയിക്കൊണ്ടേയിരിക്കുന്നു. ഭൂമിൻ്റെ സൂര്യൻ്റെ ആ ഗതി മനസ്സിലാക്കിയവർക്കറിയാം. അപ്പം അല്ലാഹു എല്ലാ സമയത്തും ഇറങ്ങിക്കൊണ്ടേയിരിക്കരുത്. എല്ലാ സമയത്തും എങ്ങനെയാ ഇറങ്ങല്? ഓരോ സമയത്തും ഓരോ സ്ഥലത്ത് ഇറങ്ങണ്ടേ? ഇങ്ങനെയാ ഇറങ്ങലും കയറലും. അപ്പം മേലെ കയറുന്ന ആ സമയത്ത് താഴെ ഇറങ്ങല്ല. ഇങ്ങനത്തെ കുറേ വിഡിത്തമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളതിരിക്കുന്ന വിശ്വാസം അതിലുണ്ട് തെറ്റ്. അമ്പിയാക്കളെ സംബന്ധിച്ച് സാധാരണക്കാരാണ് അവർക്ക് പ്രത്യേക സ്ഥാനമൊന്നുമില്ല. നബുവത്ത് റിസാലത്ത് അത് കൊടുത്തു. അതൊരു ജവാബ്ദാരി, ഒരു ഉത്തരവാദിത്തം കൊടുത്തതാണ്. അത് തീർന്നു, മരിച്ചു പോയി. പിന്നെ എല്ലാവരെ പോലെ ഖബറിൽ കടന്ന് അവിടെ ചീഞ്ഞ് നാറി പോയി എന്നുള്ള ആര് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സർവ്വ മുർസലീങ്ങളെ പറ്റിയും ഉള്ളതിരിക്കുന്ന വിശ്വാസം എത്ര വലിയ തെറ്റാണ് സഹോദരന്മാരെ. ഇങ്ങനെയുള്ള വിശ്വാസമുണ്ടെങ്കിൽ അവൻ്റെ നിസ്കാരമോ അല്ലെങ്കിൽ നോമ്പോ മറ്റുള്ള അമലുകൾ കബൂലാകുമോ? ഇങ്ങനെയുള്ള ദുഷിച്ചതിരിക്കുന്ന വിശ്വാസങ്ങളെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചും കൊണ്ട് ജനങ്ങളുടെ ഈമാനെ ഫസാദാക്കുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത്, നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നാം മനസ്സിലാക്കണം. അടിസ്ഥാനപരമായ വിഷയങ്ങൾക്ക് കേടുവന്നിട്ടുണ്ട്, വരുത്തുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ. അതിനെ എതിർക്കേണ്ടതിരിക്കുന്ന ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കേണ്ടിയിരിക്കുന്ന ഉത്തരവാദിത്വം നമ്മൾക്ക് ഇല്ലേ സഹോദരന്മാരെ? ആർക്കാണ് ഉത്തരവാദിത്തമുള്ളത്? മച്ചമ്പാട് അബ്ദുൽ ഹമീദ് ഉസ്താദിന് മാത്രമാണോ? അൽ അബ്ബാസ് ഉസ്താദിന് മാത്രമാണോ ഈ ഉത്തരവാദിത്തമുള്ളത്? ഇത് നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തം. അവർ നേതൃത്വം നൽകുന്നു. ആ നേതൃത്വത്തിൻ്റെ പിന്നിൽ നാം നിൽക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ സുന്നത്തി ജമാഅത്തിന്റെ അഖീദ, വിശ്വാസത്തെ, പ്രവർത്തനങ്ങളെ ജനങ്ങളിൽ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. അതാണ് മാണിയിലും മിത്തൂറിലും നടന്നുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ, അൽമദീനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ആദർശം, ഈ വിശ്വാസം, ഇതിനെ ഇവിടെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ജീവിച്ചവരാണ്. അതിന് വേണ്ടി മാത്രം ജീവിച്ചവരാണ് ആര്? മഹാനായ താജുൽ ഉലമ, മഹാനായ എം.എ. ഉസ്താദ്, അതുപോലെ തന്നെ എൻ.എം. ഉസ്താദ്. പെരുത്താളുകൾക്കൊന്നും എൻ.എം. ഉസ്താദിനെ അറിയില്ല. എന്താ? ഇൽമ് ജനങ്ങൾക്ക് പഠിപ്പിക്കുക, അതിൽ ലയിച്ചവരായിരുന്നു. ഇൽമ് പഠിപ്പിക്കണം, ഇവിടെ കുറെ ആലിമ്യങ്ങളെ ഉണ്ടാക്കണം എന്ന്. ഇങ്ങനെയുള്ള മഹാന്മാർ അവർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. ഇനി നമുക്കാരുള്ളത്? ഇന്നുള്ള അവർക്ക് ശേഷമുള്ള ഈ പണ്ഡിതന്മാർ. അവരുടെ പിന്നിൽ നാം നിൽക്കുക. അവർ കഴിഞ്ഞവർ, അവരുടെ കാലം കഴിഞ്ഞു. ആ കുറവ് നമ്മൾക്കുണ്ട്. ഇതാ മാ മാതദു ഇൽമിൻ വ ഫത്വ ഫഖദ് വഖഅത് മിനൽ ഇസ്ലാമി സിൽമ. ഒരു വലിയ പണ്ഡിതൻ മരിച്ചാൽ, ഒരു പണ്ഡിതൻ മരിച്ചുപോയി, മരിച്ചാൽ ഫഖദ് വഖഅത് മിനൽ ഇസ്ലാമി സിൽമ. ഇസ്ലാമിന് വലിയൊരു പോറൽ, ഒരു പൊട്ടൽ വന്നു പോയി. ആ പൊട്ട് അടക്കാൻ കഴിയില്ല.
മൗത്തുൽ ആലിമി മൗത്തുൽ ആലം എന്നാണ്. ഒരു പണ്ഡിതന്റെ മരണം, ആലിമിന്റെ മരണം, ആലമിന്റെ മരണമാണ് ലോകത്തിന്റെ മരണം. എന്തെല്ലാം ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, യഥാർത്ഥ ഇസ്ലാമിന് വേണ്ടി താജുൽ ഉലമി എം.എ. ഉസ്താദും എല്ലാം പ്രവർത്തിച്ചു. നമ്മൾ ഓർക്കണം. അവർ പോകുമ്പോൾ നമ്മളെന്താ ചിന്തിക്കേണ്ടത്? ഉത്തരവാദിത്തം നമ്മളെ തലയിൽ വന്നു. ആ നേതാക്കള് ദീനുൽ ഇസ്ലാമിന്, സുന്നത്ത് ജമാഅത്തിന് നമ്മളുടെ കയ്യിൽ തന്നു. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? പേടിക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചില്ലേ, ഹൽ ബല്ലഗതു, എന്റെ ഉത്തരവാദിത്തം ഞാൻ പൂർത്തിയാക്കില്ലേ? സഹാബാക്കൾ പറഞ്ഞു, അതെ, അള്ളാഹിനെ സാക്ഷി നിർത്തി, അല്ലാഹ് നീ സാക്ഷി, നീ സാക്ഷി, നീ സാക്ഷി, ഇവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല പൊട്ടി പൊട്ടി കരയുകയാണ്. കരയുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിറങ്ങിയ ദീന് പൂർത്തിയായി. എല്ലാവരും അത്ഭുതപ്പെട്ടു. ദീന് പൂർത്തിയായി. അല്ലാഹു നബി പറഞ്ഞു, ഞാൻ മുഴുവൻ എത്തിച്ചു കഴിഞ്ഞു. ഇന്ന് സന്തോഷിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് ഉമറുൽ ഫാറൂഖ് കരയുന്നു? അന്വേഷിച്ചു. ഉമറുൽ ഫാറൂഖ് പറയുന്നു, ഉത്തരവാദിത്തം നമ്മുടെ തലയിലായി പോയി. അല്ലാഹു നബിന്റെ ആ പ്രബോധനത്തിന്റെ കാലം കഴിഞ്ഞു. ഇനി അല്ലാഹു നബി നമ്മളെ വിട്ടുപോവുകയാണ്. ഇനി നമ്മൾക്ക് വിശ്രമമില്ല. മഹാന്മാരായ സഹാബാക്കൾ എത്ര ലക്ഷങ്ങളാണ്? 2 ലക്ഷമോ അതിലും അധികമാണ് മഹാന്മാരായ സഹാബാക്കളുടെ എണ്ണം. മദീനത്തെ ജന്നത്തുൽ ബഖീഅ എന്ന ആ ഖബർസ്ഥാനത്തിൽ 10,000 താഴെയുള്ള സഹാബാക്കളുടെ ഖബർ മാത്രമേയുള്ളൂ. ജന്നത്തുൽ മുഅല്ല മക്കയിൽ അതിനേക്കാൾ കുറവാണ്. ബാക്കിയുള്ള ഈ ലക്ഷങ്ങൾ എവിടെ പോയി? എവിടെ പോയി? അവരുടെ ഉത്തരവാദിത്തം ഓർത്ത് അവര് പുറപ്പെട്ടു. ഇനി ഞങ്ങൾക്ക് വിശ്രമമില്ല. ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് സഞ്ചരിക്കാനില്ല, എഞ്ചിന് ഘടിപ്പിച്ച കപ്പലുകളില്ല. പായ്ക്കപ്പലുകളിലും കരയിലൂടെ നടന്നുകൊണ്ടും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അവരെത്തി. അവരെവിടെ മരിച്ചു? അല്ലാഹുവിനറിയാം. മഹാന്മാരായ സഹാബാക്കളുടെ മക്ബറകളുണ്ട്. എവിടെ? അങ്ങ് പടിഞ്ഞാറിന്റെ അങ്ങേയറ്റം മൊറോക്കോ മുതൽക്ക് ഇങ്ങോട്ട് ഇന്തോനേഷ്യ വരെ മഹാന്മാരായ സഹാബാക്കളുടെ മക്ബറകളുണ്ട്. എന്തിനാണ് അവര് ലോകം സഞ്ചരിച്ചത്? ആരെങ്കിലും അവരെ അടിച്ചോടിച്ചതാണോ? ഒരിക്കലുമല്ല. ഞങ്ങളുടെ ഉത്തരവാദിത്തം പൂർത്തിയാക്കണം. ഈ ദീൻ അല്ലാഹുവിന്റെ ദീൻ, ഇതിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്തം അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെയാണ് എന്നുള്ള ബോധം അവർ താബിയുത്താബിയങ്ങളെ ഇങ്ങനെ ഏൽപ്പിച്ചു. ഇന്ന് ആ ഉത്തരവാദിത്തം വന്നിരിക്കുന്നത് മാന്യ സഹോദരന്മാരെ, ഈ സ്റ്റേജിലിരിക്കുന്ന പണ്ഡിതന്മാര്, ഒമറാക്കൾ, ഈ സദസ്സിലിരിക്കുന്ന സർവ്വജനങ്ങളും എല്ലാവരുടെയും ഉത്തരവാദിത്തം മഹാവിജയമാക്കി തീർക്കുക. അതിന്റെ വിജയം നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ വിജയമാണ്, മച്ചമ്പാടി ഉസ്താദിന്റെ ഒരാളുടെ വിജയമല്ല എന്ന് മനസ്സിലാക്കി എല്ലാവരും അതിൽ സഹകരിക്കുക. ഓരോരുത്തരും അവരവരെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആരന്നും കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ തിരുനാമം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ಈಗಾಗಲೇ ನಮ್ಮೊಂದಿಗೆ ವೇದಿಕೆಯಲ್ಲಿ ಸೇರಿಕೊಂಡಿದ್ದಾರೆ ನಮ್ಮೆಲ್ಲರ ಸ್ನೇಹಿತರು, ಸುನ್ನತ್ ಜಮಾತಿನ ಭಾಳಷ್ಟು ಕರ್ಮಧೀರವಾದಂಥ ಎಸ್.ಕೆ. ಅಬ್ದುಲ್ ಖಾದರ್ ಹಾಜಿಯವರು, ಹಾಗೆಯೇ ಕಲ್ಕಟ್ಟ ಕುಂಜಬಾವ ಹಾಜಿಯವರು, ಸಾಮಣಿಗೆಯವರು, ಹಾಗೆಯೇ ಬಾವಾ ಹಾಜಿ ಕತ್ತರ್ ಅವರು, ಇನ್ನಿತರ ಭಾಳಷ್ಟು ಮಂದಿ ಸುನ್ನತ್ ಜಮಾತಿನ ಭಾಳಷ್ಟು ಮಂದಿ ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಇನ್ನು ಮಗರಿಬ ನಮಾಜ್ ನಂತರ ನಮ್ಮ ರಶೀದಿ ಹಾಜಿಯವರು ಮತ್ತು ಮುಮ್ತಾಜ್ ಅಲಿಯವರು ದಾರುಲ್ ಇರ್ಸಾದ್ ವತಿಯಿಂದ 2 ವೀಲ್ ಚೇರ್ ದಾನ ಮಾಡಲಿಕ್ಕೆ ಒಂದು ನಿಯತ್ತು ಮಾಡಿದ್ದಾರೆ. ಆ ವೀಲ್ ಚೇರನ್ನು ರಶೀದ್ ಹಾಜಿಯವರು, ಮುಮ್ತಾಜ್ ಅಲಿಯವರು ವಿತರಿಸಿಕೊಡ್ಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತೇನೆ. ತಕ್ಷಣ ನೀವು ನಮಾಜ್ ಮಾಡಿಕೊಂಡು ಅತಿ ಬೇಗನೆ ಬಂದು ಸಭೆಯನ್ನು ಚಂದಗಾಡಿಸಬೇಕಾಗಿ